ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാൻ നിന്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന കഥാവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എൻ്റെ പേര് ടിൻസി. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ഞങ്ങൾ UAE അബുദാബിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. വചനം കേൾക്കുവാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൈവരാജ്യത്തെ പറ്റിയോ നിത്യജീവനെ പറ്റിയോ എനിക്ക് അറിവുണ്ടായിരുന്നില്ല. എന്താണ് സുവിശേഷം, എന്താണ് അതിലെ സുവാർത്ത, ഇവയൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഈ വചനങ്ങളൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും ഇവയൊന്നും ഞാൻ ഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ കർത്താവ് ഇന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അവൻ്റെ നാമം ഘോഷിപ്പാനാണ്. അതിന് ആസ്പദമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എൻ്റെ കോളേജിലെ ഒരു സാറ്, ലിജു ഫിലിപ്പ് സാറ് ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു. സാറിൻ്റെ പീരീഡ് അല്ലായിരുന്നു, വേറൊരു പീരീഡായിരുന്നു. എന്നോട് പറഞ്ഞു, താഴെ ആരെങ്കിലും ഞങ്ങളുടെ ക്ലാസ്സിലെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരുവാനായിട്ട്. ലൈബ്രറിയിലും നോക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കോളേജിൻ്റെ ഏറ്റവും അറ്റത്താണ് ഞങ്ങളുടെ ലൈബ്രറി. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്ന വാക്യം, യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്ന വാക്യം, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാക്കുകയും എന്നതാണ്. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പറഞ്ഞത് ശരിയാവത്തില്ല, നീ വേറെ ആരെങ്കിലും അയക്കുന്നതായിരിക്കും നല്ലത് എന്ന്. ഞാൻ തിരിച്ച് ക്ലാസ്സിൽ വന്നപ്പം സാർ എന്നോട് ചോദിച്ചു, ലൈബ്രറി നോക്കിയായിരുന്നു എന്ന്. എങ്ങനെയാണ് ഞാൻ റിപ്ലൈ ചെയ്തത്? അപ്പോൾ സാറ് ചിരിച്ചു. അപ്പം കർത്താവ് അവിടെ നിന്ന് ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, കർത്താവേ, നിനക്ക് സ്വർഗത്തിൽ ഇരുന്ന് ചിരിച്ചാൽ മതിയല്ലോ എന്ന്. അപ്പം ആ സമയത്ത്, ആ നിമിഷത്ത് ഞാൻ ദൈവമായിട്ട് കർത്താവുമായിട്ടൊരു അല്പം വിരോധത്തിലായിരുന്നു. മാത്രമല്ല, അപ്പോസ്തല പ്രവൃത്തി 1:9 പറയുന്നു, ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന്. അത്രയും ഭാഗമേ വചനത്തിൽ അത്രയും ഭാഗമേ എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള ഭാഗങ്ങൾ ഞാൻ അധികം വായിച്ചിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടുമില്ല. അപ്പോൾ എൻ്റെ വിചാരം ദൈവം സ്വർഗത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. സർവശക്തനായ ഒരു ദൈവം, സകലത്തെ സൃഷ്ടിച്ച ഒരു ദൈവം ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കുകയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ കരുതിയത്. കുറേ നാൾക്ക് ശേഷം എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അവൾ ഡോക്ടറായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങൾ മെസ്സേജൊക്കെ അയക്കാറുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ വാർത്ത കണ്ടതാണ് അവൾ ആത്മഹത്യ ചെയ്തു എന്ന്. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത്. കാരണം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഡോക്ടറാവുക, അവളുടെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്താ മനുഷ്യന് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയിട്ടും ഒരു സന്തോഷവും സമാധാനവും ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷനും അനുഭവിക്കുവാൻ സാധിക്കാത്തത്? നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കി. എന്നാലും നിരാശയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എന്നാൽ യേശു കർത്താവ് നമ്മോട് പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അപ്പം ലോകത്തിന് തരുവാൻ സാധിക്കാത്ത സന്തോഷം, ലോകത്തിന് തരുവാൻ സാധിക്കാത്ത സമാധാനം, അത് യേശു ക്രിസ്തുവിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യത്ഭുതകരമായിട്ടാണ് ദൈവം എന്നെ എപ്പോഴും വഴി നടത്തുന്നത്. പക്ഷേ എനിക്ക് ഉറപ്പും ധൈര്യവും ഇല്ലായിരുന്നു. വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ എൻ്റെ ദൈവത്തെ അറിയുവാൻ ശ്രമിച്ചതേയില്ല. ബട്ട് ഹീ സെർച്ച് മീ ആൻഡ് ഫൈൻഡ് മീ. അവൻ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി. ഞാൻ വചനം കേൾക്കുവാൻ തുടങ്ങി, ഈ ദൈവവചനം വായിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ കൂടെ നടന്ന ഒരു ദൈവത്തെ വെളിപ്പെടുവാൻ തുടങ്ങിയത്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിനക്ക് കടപ്പാൻ പറ്റാത്ത മേഖലകളിൽ ഞാൻ നിന്നെ തോളിൽ വഹിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈയുണ്ട്, ഞാൻ നിന്നെ താങ്ങും. യേശു ആരാണ്, എന്താണ് അവന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം, ഇവയൊക്കെ വ്യക്തമായത് ഈ ദൈവവചനത്തിലൂടെയാണ്.
യെശയ്യാവ് 35:5 പറയുന്നു, അവൻ വരുമ്പോൾ കുരുടർ കാണും, ചെകിടർ കേൾക്കും, മുടന്തുള്ളവർ മാനിനെ പോലെ ചാടും, ഊമർ ഘോഷിച്ചുല്ലസിക്കും എന്ന്. ലൂക്കോസ് 24 യെരുശലേമിൽ നിന്നും എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. യേശു അവരുടെ അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. തിരുവെഴുത്തുകൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. യേശുവിൻ്റെ വചനങ്ങളൊക്കെയും കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. എന്നാൽ തങ്ങളുടെ കൂടെ നടക്കുന്നത് യേശുവാണെന്ന് തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. യേശു അവരുടെ കണ്ണ് തുറന്നു കൊടുത്തപ്പോഴാണ് യേശുവിനെ കാണുവാൻ അവർക്ക് സാധിച്ചത്. വീണ്ടും 45-ാം വാക്യത്തിൽ ശിഷ്യന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന്. കർത്താവ് നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നു തരുമ്പോഴാണ് അവൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. നാം ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മിണ്ടാതെ ഇരിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവർക്ക് അവനെ സ്തുതിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തിന് നമ്മോട് തോന്നിയ സ്നേഹം അവൻ്റെ പുത്രനായ യേശു ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കർത്താവ് ചെയ്ത നന്മകൾക്ക്, കർത്താവ് കാട്ടിയ സ്നേഹത്തിന് എന്ത് പകരം നൽകും? നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിനിൽ സമർപ്പിക്കാം. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾ എന്ന അവകാശത്തിലേക്കും നിത്യജീവന്റെ അനുഭവത്തിലേക്കും അവൻ നിങ്ങളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം കർത്താവായ യേശുക്രിസ്തുവിനായി തുറന്നു കൊടുക്കുക. അവൻ മുറിവേറ്റതും ചാട്ടവാർ അടിയേറ്റതും നിങ്ങളുടെ ഹൃദയത്തിലെ മുറിവുകൾ സൗഖ്യമാക്കുവാനാണ്. അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അവൻ ക്രൂശിൽ മരിച്ചത് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുവാനാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് തൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ചതുപോലെ നിങ്ങളും അവൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഇരിക്കുന്ന ഇടത്ത് നാമും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നമ്മെ അവൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Rise, he is calling you.